അനിയൻ ബാബ ചേട്ടൻ ബാബ ചെയ്യുന്ന സമയത്തൊക്കെ ഇന്ദ്രൻ ചേട്ടൻ അതിലൊരു സപ്പോർട്ടിംഗ് റോളാണ്. ഇതിൽ പക്ഷേ ഒരു പ്രോമിനന്റ് റോള് അദ്ദേഹം ചെയ്യുന്നുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ തിരിച്ചു വരവിന് ശേഷമേ ഇവിടെ വന്ന് മലയാള സിനിമ ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഒരു എവല്യൂഷൻ ഉണ്ടല്ലോ, അയാൾക്ക് സംഭവിച്ചിട്ടുള്ള ഒരു ഗ്രോത്ത്. ആ ഗ്രോത്തിനെ എങ്ങനെ ഇപ്പൊ നോക്കി കാണുന്നത്? അതെ, ഞാന് ഐ വാസ് ലൈക്ക് ഇന്ദ്രൻ ചേട്ടനെ കാണുമ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പോൾ വേറെ രീതിയിലായിരിക്കും ഇന്ദ്രൻ ചേട്ടന്റെ ഒരു യുനോ ടുവേർഡ്സ് മീ. പക്ഷെ വേറെ ഒന്നും മാറിയിട്ടില്ല. ഹീസ് ദ വെരി സെയിം പേഴ്സൺ. അത് ഞാൻ നെട്ടിപ്പോയി ആക്ച്വലി. സോ എനിക്ക് ഭയങ്കര സന്തോഷം ഇപ്പോൾ ഇന്ദ്രൻ ചേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ. എനിക്ക് ഭയങ്കര ഒരു പ്രൗഡാണ് ഞാൻ. അദ്ദേഹം ദേഷ്യപ്പെട്ട് നിങ്ങൾ എപ്പോഴെങ്കിലും ഒക്കെ കണ്ടിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല. പക്ഷെ പുള്ളി ഞാൻ ദേഷ്യപ്പെട്ട് കണ്ടിട്ടുണ്ടോ? പക്ഷെ എന്നാലും പുള്ളി ഭയങ്കര ഒരു ശരിക്കും പറഞ്ഞാൽ ഞാൻ പുള്ളിയുടെ ആദ്യമായിട്ട് വർക്ക് ചെയ്യുന്ന ഈ പടത്തിൽ. പക്ഷേ ഭയങ്കര ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരു വെറ്ററൻ ആക്ടർ. പക്ഷേ എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്, നമ്മൾ UK ഷൂട്ട് ചെയ്യും ഈരാട്ടുപെട്ടിയിൽ ഞാനും ഇന്ദ്രൻ ഒരു റൂമിലെ സ്റ്റേജ്. ഞാൻ പുള്ളിനെ കാണാറുണ്ട്, പക്ഷെ ഒരുപാട് കാണാറില്ല. കാരണം നമുക്ക് ഒരുപാട് കോമ്പിനേഷൻ സീൻസ് ഇല്ല. അപ്പോഴത്തേക്ക് ഞാൻ ഓർക്കുന്നുണ്ട്, എനിക്ക് തോന്നുന്നു ഒരു തവണ ഞാൻ ലിഫ്റ്റ് എടുത്ത് ഞാൻ താഴെ റിസപ്ഷനിൽ വന്നപ്പം ഒരാൾ കുറച്ച് എന്താ പറഞ്ഞാൽ എൻ്റെ കാലം ഹൈറ്റ് കുറഞ്ഞ് ഒരു 2 വലിയ പെട്ടി പൊക്കിക്കൊണ്ട് പോകുന്നു. ഞാൻ വെച്ചാൽ ഹോട്ടൽ സ്റ്റാഫ് ആയിരിക്കും, ചിലപ്പം പുറത്ത് എന്താ പറഞ്ഞാൽ പെട്ടി വെക്കാൻ പോകുന്നു. പക്ഷെ നോക്കാനും ഇന്ദ്രൻ ചേട്ടൻ 2 പെട്ടിയും കൂടി ഈ എടുത്തോണ്ട് ഞാൻ പറഞ്ഞു, ഏട്ടാ ഞാൻ ഹെൽപ്പ് ചെയ്യാൻ ഇല്ല, കുഴപ്പമില്ല മോനെ, അടുത്തേ ഉള്ളൂ. എന്നിട്ട് പുള്ളി കാരണം എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് ഇത്രയും എനർജി ഉണ്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു കാണുമ്പോൾ ഒരു എന്താ പറഞ്ഞാൽ ഒരു ഭയങ്കര എക്സ്യൂബറൻ്റ് എനർജി ഉണ്ട് പുള്ളിക്ക്. പുള്ളി അഭിനയിക്കുമ്പോഴും അതുകൊണ്ട് പുള്ളിൻ്റെ കൂടെ അഭിനയിക്കുമ്പോഴും നമുക്കൊരു ഭയങ്കര പോസിറ്റീവ് ഫീലാണ് കിട്ടുന്നത്. പറഞ്ഞ പോലെ ഞാൻ വളരെ ചെറിയ സീൻസ് പുള്ളിയോട് ചെയ്തിട്ടുള്ളൂ. പക്ഷെ എന്നിട്ടും പുള്ളി എന്നെ ഞാൻ അപ്പോൾ എനിക്ക് തോന്നുന്നു 3 പടങ്ങൾ കഴിഞ്ഞിട്ടുള്ളൂ, 4ാമത്തെ പടം UK. എന്നിട്ടും പുള്ളി എന്നെ ഒരുപാട് വെൽക്കമിങ് ആയിരുന്നു. അപ്പോഴത്തേക്കും നമുക്ക് പെർഫോം ചെയ്യാൻ ഒരു സ്പേസ് നല്ല കോൺഫിഡൻ്റ് ആയിട്ട് കിട്ടും. സോ ഇറ്റ് വാസ് റിയലി ഹെൽപ്ഫുൾ ഇൻ ദാറ്റ് വേ. ഞാൻ മനസ്സിലാക്കിയത് അദ്ദേഹം ഒരു സിനിമാ ഭ്രാന്തനായിരുന്നു ചെറുപ്പം തൊട്ട്. സിനിമയ്ക്ക് വേണ്ടിയിട്ട് തന്നെയാണ് ജനിച്ചതും ജീവിച്ചതൊക്കെ. അതായത് എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് നേരെ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ചെയ്തില്ല, അത്യാവശ്യം. അപ്പൊ ഈ സിനിമ ആഗ്രഹമുള്ളത് കൊണ്ട് തന്നെയാണ് ഈ ഡാൻസും അതുപോലെ തന്നെ ഫിസിക് ഒക്കെ അന്നേ ശ്രദ്ധിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഉറപ്പായിട്ടും. കാരണം ഞാൻ എപ്പോഴും ചിലപ്പോൾ ഞാൻ വളർന്ന ഒരു രീതിയായിരിക്കും. ഞാൻ കണ്ടു വളർന്ന ആക്ടേഴ്സ് എല്ലാം എല്ലാ ഒരു സ്കില്ലും നമ്മുടെ ഒരു കാലുണ്ടായിരിക്കും. ഡാൻസ് ആയാലും ആക്ഷൻ ആയാലും കോമഡി ആയാലും റൊമാൻസ് ആയാലും. ഐ ജസ്റ്റ് ലൈക്ക് ദാറ്റ് ഐഡിയ ഓഫ് എ കംപ്ലീറ്റ് ആക്ടർ. കൊച്ചിലെ തന്നെ എനിക്ക് അങ്ങനത്തെ ഒരു ഐഡിയ എൻ്റെ മനസ്സിൽ കൊണ്ട് നടന്നത്. സോ ഞാൻ വളരുമ്പോൾ എനിക്ക് അത് എമുലേറ്റ് ചെയ്യണമെന്നൊരു ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. സോ അതാണ് ഞാനിപ്പം ചെയ്യുന്നത് എനിക്ക് തോന്നുന്നത്. സോ എന്ന് പറഞ്ഞാൽ എനിക്ക് കംപ്ലീറ്റ് പെർഫോമർ എന്ന് പറഞ്ഞ ഒരു ടാഗ് എനിക്ക് ഇഷ്ടമുള്ളതാണ്. സോ അത് പെർസ്യൂ ചെയ്യുക.